السلام عليكم ورحمة الله وبركاته والحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി അജ്മഈൻ. ബഹുമാന്യരായ സോഷ്യൽ മീഡിയ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, തൊട്ടുമേലെ ഞാനിവിടെ ഒരു വോയിസ് കേൾപ്പിക്കാം. അബൂ ഹുദൈഫ എന്ന് പറയുന്നൊരു സഹോദരൻ്റെ ചോദ്യമാണ്. 37 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ചോദ്യം. ആ ചോദ്യത്തിന് വിസ്ഡക്കാരനായ അബൂബക്കർ പിലാച്ചേരി എന്ന സുഹൃത്ത് കൊടുത്തിട്ടുള്ള മറുപടിയാണ് 58 സെക്കൻഡുള്ള വോയിസ് ആയി താഴെ കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടും ശ്രോതാക്കളായ ആളുകൾ ശരിക്കും കേൾക്കണം. അതായത് മാസപ്പിറവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സംഘടനക്കാരൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വഞ്ചനയുടെ ആഴം എത്രമാത്രം ഉണ്ട് എന്ന് അതിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ നിങ്ങളെ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ രണ്ടുകൂടെ സംസാരം കേൾക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു സംശയം ചോദിക്കണം. പിന്നെ നിങ്ങൾ ഇഷ്ടമല്ലേ, ഒരു കാരണമല്ലല്ലോ. പിന്നെ നിങ്ങൾ മറ്റേ മാസപ്പിറവി നോക്കേണ്ടതിൽ നിങ്ങൾ കമ്മിറ്റി ഉണ്ടല്ലോ. നിങ്ങൾ കമ്മിറ്റി മാസം നോക്കുകയും മാസം കാണുകയും ചെയ്ത്. പക്ഷെ ഇവിടെ മറ്റേ ടീമുണ്ടല്ലോ, സമസ്തക്കാർ, അവർ മാസം നോക്കുകയും മാസം കാണാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ എന്ത് നിലപാടെടുക്കുക ആ വിഷയത്തിൽ എന്നറിയാൻ താല്പര്യമുണ്ട്. അന്ന് പെരുന്നാൾ ആഘോഷിക്കൂല, അത് തന്നെ. ഇപ്പം വിസ്ഡം ടീം മാസപ്പിറവി കണ്ടു, എന്നാൽ അത് കേരളത്തിലെ കാദിമാർ അംഗീകരിച്ചില്ല എങ്കിൽ കേരളത്തിൽ എവിടെയും പെരുന്നാൾ അല്ലെങ്കിൽ വിസ്ഡം വിഭാഗവും പെരുന്നാൾ ആഘോഷിക്കില്ല. കാരണം ഹദീസിൽ പറയുന്നത് മുസ്ലിമീങ്ങൾ മുഴുവനും പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അവരോടൊപ്പം ചേരണം എന്നാണ്. മനസ്സിലായില്ല? അപ്പൊ അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചാൽ സമസ്തക്കാര് എങ്ങനെയാണോ തീരുമാനം എടുത്തത് ആ തീരുമാനത്തിൽ നമ്മളും ഒരുമിക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെയാണ് ഹദീസ്. മാസം പിറവി കണ്ടു, ആര്? മുജാഹിദ് പ്രവർത്തകൻ കണ്ടു. പക്ഷെ അത് കാദി അംഗീകരിക്കുന്നില്ലെങ്കിൽ കാദി എന്താണോ അംഗീകരിക്കുന്നത് ആ നാട്ടിൽ കേരളത്തിലെ മുഴുവൻ മുസ്ലിമീങ്ങളും എപ്പോഴാണോ പെരുന്നാൾ ആഘോഷിക്കുന്നത് ആ കൂട്ടത്തിലാണ് ചേരേണ്ടത്. തൗഹീദും കാര്യകാരണ ബന്ധവും പിന്നെ ജിന്നുകളും എന്ന പേരിൽ തുടങ്ങിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ മാസങ്ങളായി വളരെ ഗഹനമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോമ്പ് കഴിഞ്ഞതിന് ശേഷം ചർച്ച തുടരാം എന്ന നിലയിൽ അവസാനിപ്പിച്ചതാണ്. അങ്ങനെയാണ് കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പെരുന്നാൾ ആഘോഷിച്ച് എൻ്റെ എൻ്റെ പെരുന്നാൾ ഖുത്ബ ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. കാരണം എൻ്റെ പെരുന്നാൾ അവസാനിച്ചിട്ടുണ്ട്, ഇനി നമുക്ക് ചർച്ച തുടരാം എന്ന ഒരു സൂചന നൽകാൻ വേണ്ടിയിട്ടാണ് അതിട്ടത്. അങ്ങനെ അതിൻ്റെ മേലെ കൊത്തിക്കൊണ്ട് നമ്മുടെ അബൂബക്കർ പിലാച്ചേരി എന്ന് പറയുന്ന വിസ്ഡത്തിൻ്റെ സഹോദരൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഞായറാഴ്ച പെരുന്നാൾ ആഘോഷിച്ചത്? നിങ്ങൾക്ക് അതിനുള്ള രേഖ എന്താണ്, തെളിവെന്താണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. അങ്ങനെ ഒരു ചർച്ചയിലേക്ക് എന്നെ വലിച്ചു കൊണ്ടുപോയി. പക്ഷേ ഞാനത് കൃത്യമായും പ്രമാണബദ്ധമായി വിശദീകരിച്ചു. തുടർന്ന് പോരുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ വന്നു, ഞാൻ മറുപടി പറഞ്ഞു. അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു സഹോദരൻ, എൻ്റെ ഒരു ശ്രോതാവായ ഒരു സഹോദരൻ പിലാച്ചേരി അബൂബക്കർ സാഹിബിൻ്റെ PM പോയിട്ട് ചോദിച്ചു. എന്താ ചോദ്യം എന്നറിയോ? നിങ്ങളിവിടെ വിസ്ഡത്തിൻ്റെ ആളുകളാകട്ടെ അല്ലെങ്കിൽ KNMൻ്റെ ആളുകളാകട്ടെ, നിങ്ങൾക്ക് സ്വന്തമായി ഒരു ഹിലാൽ കമ്മിറ്റി, ഹിലാൽ ഉറപ്പിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള നിങ്ങൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഉറപ്പിക്കുകയും കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ സമസ്തക്കാരായ ആളുകളുടെ കാദിമാരത് ഉറപ്പിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ നിലപാട് എന്തായിരിക്കും എന്നായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് പിലാച്ചേരി അബൂബക്കർ സാഹിബ് കൊടുത്തിട്ടുള്ള മറുപടി ബഹു രസകരമായ ഒരു മറുപടിയാണ്. അതെന്താണെന്നറിയോ? ഞങ്ങള് വിസ്ഡത്തിന്റെ ആളുകൾ കണ്ടാലും മനസ്സിലാക്കിയാലും അറിഞ്ഞാലും കേരളത്തിലെ കാദിമാർ ഉറപ്പിച്ചിട്ട് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ ഞങ്ങളത് ഉറപ്പിക്കുകയുള്ളൂ. ഞങ്ങൾ പൊതു സമൂഹത്തിന്റെ കൂടെ മാത്രമേ പെരുന്നാൾ ആഘോഷിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾക്കിവിടെ ചോദിക്കാനുള്ളത്, വിസ്ഡത്തിന്റെ ആളുകളോടാകട്ടെ, വിസ്ഡത്തിന്റെ
ഒരു വക്താവ് എന്ന നിലയിലാണ് അബൂബക്കർ ബിലാച്ചേരി ഈ കാര്യം സംസാരിച്ചിട്ടുള്ളത്. ഇദ്ദേഹം ഈ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ വോയിസ് അടക്കം ശ്രദ്ധിച്ച് കേട്ടാൽ ഇദ്ദേഹത്തിന്റെ ഈ നിലപാട് തന്നെയാണോ നമ്മുടെ വിസ്ഡത്തിന്റെ ആളുകൾക്കുള്ളത്? അത് നിങ്ങൾ വ്യക്തമാക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ മാസാമാസം കടപ്പുറത്ത് പോയിട്ടുണ്ട്, ആ മാസം ഉറപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ 12 മാസവും ക്രമീകരിക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. മാസാമാസവും നിങ്ങൾ മാസം കാണാൻ വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് കത്ത് കൊടുക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ആളുകളെ കുരങ്ങ് കളിപ്പിക്കാൻ വേണ്ടി, പൊട്ടന് കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ പണി ചെയ്യുന്നത്? നിങ്ങൾ തീരുമാനം എടുത്താലും നിങ്ങൾക്ക് വിവരം കിട്ടിക്കഴിഞ്ഞാലും നിങ്ങളത് ഉറപ്പിക്കണമെങ്കിൽ കാളിമാർ ഉറപ്പിച്ചിരിക്കണം, അല്ലെങ്കിൽ ഉറപ്പിക്കുകയില്ല എന്നാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ എന്തിനാണ് ജനങ്ങളെ നിങ്ങൾ വട്ടം കറക്കുന്നത്? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? അത് നിങ്ങൾ ജനങ്ങളോട് പറയണം. ഇതേ നിലപാട് തന്നെയാണ് നമ്മളെ കൂട്ടത്തിൽ നിന്നും വ്യതിചലിച്ചു പോയവരായ കുറച്ച് ആൾക്കാരെയും നിലപാട്. അതായത് കേരളത്തിലെ ഖാദിമാർ ഉറപ്പിച്ചാൽ മാത്രമേ ഉറക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്ന, അതിന്റെ പിന്നാലെ പോകുന്ന, പൊതു മുസ്ലിമീങ്ങൾ ആയിരിക്കണമെന്ന് പറയുന്ന, അവരുടെ കൂടെ പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റൂ എന്ന് പറയുന്ന ഈ നിലപാട് എത്രമാത്രം വിചിത്രമായ വൃത്തികെട്ട നിലപാടാണ്. എന്തിനാണ് നിങ്ങൾ കേരളത്തിൽ തൗഹീദ് പ്രബോധനം ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ തൗഹീദ് പ്രബോധനത്തിന് എന്ത് വിലയാണ് ഇവിടെ ഉള്ളത്? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്നും ലോകം നിയന്ത്രിക്കുന്നത് മടവൂർ ശൈഖാണ് എന്നും വിശ്വസിക്കുന്ന മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് പോലും ഇല്ലാത്ത വിശ്വാസം വെച്ച് പുലർത്തുന്നവരായ ആളുകളെ ഖാലിമാരാക്കുകയും അവരുടെ ഖലാ തീരുമാനങ്ങൾ പിൻപറ്റുകയും ചെയ്യണം എന്ന് പറയുന്ന നിങ്ങളുടെ ഈ നിലപാട്, അതിന്റെ ഇസ്ലാമിയത്ത് എന്താണ്? അതിന്റെ സലഫിയത്ത് എന്താണ്? സലഫിയത്തിന്റെ നടുക്കണ്ടങ്ങളായി നടക്കുന്ന നിങ്ങൾക്ക് എന്താണ് ഇത് പറയാനുള്ള അർഹത, അവകാശം എന്ന് നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ ഇനിയെങ്കിലും ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിനെ ഹക്കായി മനസ്സിലാക്കിയത് ഉൾക്കൊള്ളാനുള്ള സന്മനസ് എല്ലാ സഹോദരി സഹോദരന്മാർക്കും നൽകുമാറാകട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.